അല്ല ഇത് തേനാണ്. ഓ അയ്യോ വേണ്ട, അറിഞ്ഞിരിക്കട്ടെ. തേനില്ലല്ലോ അച്ഛൻ ഇന്നലെ കുടിച്ചല്ല. അത് ശരി. മാളൂട്ടി ഇത് ആരോടും പറയരുതേ. മോൾക്കച്ഛൻ മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും. പറയോ? അച്ഛന്റെ മോള് തന്നെ. കൈയൊന്നും വേണപ്പോ. എന്തോന്നാ അനക്ക് എന്തുവാ ഇത്? അച്ഛൻ അവിടെ ഇരുന്ന് കുടിക്കുക. കുടിക്കുന്നോ? എന്ത് കുപ്പിന്ന്? എടാ ഇവിടെ വാടാ. പൊളിച്ച് കളിക്കുന്നോ? ഇവിടെ വാടാ. വിളിക്കണേ. ഒരാളല്ല രണ്ടും. ഇത്തിരി വിട്ട് നിന്നാ മതി. ഇവിടെ വരാൻ. അതൊരു പ്രത്യേകതരം വാഴയാ. 6ാം മാസത്തിൽ കായ്ക്കണതാ. ഞാൻ നട്ടതാ. എടാ ഇങ്ങോട്ട് വാടാ. വാ. നാട്ടല്ലേ എന്താ വരുന്നടാ അവിടെ? എവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത്? എടാ രാഘവാ ഇവിടെ വന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താ വരുന്നടാ അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നെന്ന്? പരൽമീന്. ഉണ്ണിക്ക് പരൽമീനെ കാണണമെന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ. ഇതൊന്ന് ഊതിക്കേ. ഊതടാ. എടാ രാഘവാ ഇവിടെ വാടാ. ഞാൻ പറയാതെ പോന്നോ? ഇവിടെ വന്ന് നിക്കടാ. ഇവിടെ അടുത്ത് വന്ന് നിക്കാൻ. ഊത ഊതാൻ. അകത്തോട്ടല്ല പുറത്തോട്ട് ഊതടാ. എടാ മുഖത്തോട്ട് ഊതാൻ. മുഖത്തോട്ട് ഊതടാ. ആഹാ അത്രയ്ക്കായോ? നീ കള്ളച്ചോറ് ഒന്ന് ചോടാ ഇവിടെ. നീ വാടാ. രണ്ടിനും ഞാനിത് നോക്കി. എടാ മടിയ നീ എന്റെ മുറ്റത്തിരുന്ന് കള്ളു കുടിക്കോടാ. നിന്നെ ഞാൻ വെറുതെ കൊടുക്കില്ല. ആഹാ രണ്ടിനും ഇവിടെ ആരും ഇല്ലേ? വീടൊക്കെ ഇങ്ങനെ മലക്കെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ലല്ലോ. അയ്യേ ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മൂത്തമ്മാൻ. ഇതും ശരിയാവില്ലല്ലോ. ആ അച്ചമ്മ എവിടെ? വിളിക്കേ. അച്ഛമ്മേ ഈ പിരിവുകാരെ കൊണ്ടു ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ. പെട്ടെന്ന് കണ്ടപ്പോ ഒറ്റ ഞാനാടി സരസ്വതി. ശങ്കുമാൻ വന്നിരിക്കണോ? ആ ശങ്കുവപ്പയോ കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും. പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല. ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. രാഘവ ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി ഒറ്റ തൊഴി. സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ടാ. നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമാനോ? ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാള് നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ. കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനടിക്കാനല്ല. പിന്നെന്തിനാണാവോ? 1 കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോടാ അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക.
ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവാ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം, ഇഞ്ചി, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തിട്ട് വാ. ജാനുവേടത്ത് ഈ ശങ്കുമാന് കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. ഇങ്ങോട്ട് വരടോ. എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ പന്തല് പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരു ഇടയില്ലാണ്ടായി. ഏയ്, എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ, നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞുന്ന്? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലൻ അറിയൂ? മനസ്സിലായി, കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ, ഞാൻ അറിയും. നീ അറിയും അവനെ? അവനൊരു കളിപ്പേരുണ്ടല്ലോ. നല്ല ഉറക്കം തൂങ്ങിട്ട് പോയി ഞാൻ. ഉറക്കം തൂങ്ങി, അത് അവന്റെ അനിയൻ. ഇത് ഗോലി. അവൻ ഇങ്ങനെ ഉരുണ്ടാണല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടു വരണേന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? 2 അടി കാണും. അല്ല, 3 അടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്നു. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞുത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ 1 മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവാ. അമ്മാവാ, ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. അവിടെ കിടന്നു. കേറുപമ്പരം കളിക്കേ. സ്വാമി നോക്കിക്കോ. എന്താ അത്ര ചിരിക്കാൻ? എടാ രാഘവ, നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിലയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാടിനെ പറ്റി ഒന്നും ശങ്കുമാൻ പറയണ്ട. ദേഹണ്ണപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്ക്. എന്താ? എടാ രാഘവ, ദഹന്നപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ദേഹണ്ണപ്പരെ പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല. പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കയറി അടുപ്പൂതും. ആര് പറഞ്ഞ? പെണ്ണുമ്പിള്ളേ, ഭാര്യ. വെളിച്ചെണ്ണ ഞാനെടുത്തേ. ഇപ്പൊ തന്നെയല്ലേ ഇയാൾക്കൊരു പാട്ട വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തത്. ഇയാളത് കുടിക്കുക. കുഞ്ഞേ കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരും. നീ ഒരു മാണിപ്പഴം എടുത്തേ. ഇത് നാളത്തേക്കുള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ? പഴത്തിന്റെ എരുവുമ്പുളി നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് പാടി കേട്ടോ. എന്റെ പെങ്ങളെ പറ്റിയാൻ വേണ്ടി പോന്നേക്കാ. വിഷകവി മഹാകവി കുഞ്ഞുകുട്ടത്തമ്പരല്ലേ? കുഞ്ഞുട്ടമ്പരാന്റെ ചേട്ടനാ. കുട്ടി എന്തിനാ ഉറക്കൊളിച്ചിരിക്കണേ? അകത്ത് പോയി കിടന്നോളൂ.
എന്താ നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ നിന്നോടാ ചോദിച്ചത്, നിന്റെ ലീവ് കഴിഞ്ഞോന്ന്. ഇല്ല. പിന്നെന്തോന്ന് അവരടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്ന് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാവാൻ? 1-2 ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിക്കണം തോന്നി. എന്ത് പറ്റി ചുറ്റുപാടിന്? എടാ മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായെന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നമ്മ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ നീ. എന്തോ മനസ്സിലായി നിനക്ക്? എടാ പറയാൻ. വന്ന ദിവസം പോലും ഞാൻ കാണുക. അമ്മയ്ക്കെതിരെ രാജുവിടെ ശത്രുത. ശത്രുതയോ? എടാ തെറ്റ് കാണിച്ച ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി. അതിന് ശത്രുത ആരാ പറഞ്ഞേ? അവള് പറഞ്ഞ് പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ തിരിച്ചറിയാനുള്ള വിവരകരിക്കുണ്ട്. അവൾ എന്റെ ഭാര്യ. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, പേരെങ്ങും ഇല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞ് അവള് നിന്റെ ഭാര്യയായത്. എന്ന് വെച്ച് ആട്ടുതുപ്പ് സഹിക്കുന്നതിന് അതിലൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ മേലെ അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാ. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ. പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനെ ഒരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം. ഏയ്, എങ്ങനെയുണ്ട്? നമസ്കാരം സാർ. നമസ്കാരം. രവിസാറിന്റെ ഗസ്റ്റ് അല്ലേ? ആ. സാറെ വിളിച്ച് പറഞ്ഞിരുന്നു. മോളെ, ഞാൻ ഇവിടുത്തെ കെയർടേക്കറാ, കുട്ടമ്പിള്ള. മുറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോളിലാ. നല്ല വ്യൂ ആണ് സാർ. ഫാമിലി ആവുമ്പോ അതാണ് സൗകര്യം. ചേട്ടാ, ആദ്യം പെട്ടിയൊക്കെ നിർത്താൻ അകത്ത് വെക്കാം. ഹലോ. Hello. Good morning. ഹലോ. Hello. What's your name? പേര് പറ മോളെ. പേര് പറഞ്ഞു കൊടുക്കും മോളെ. Malutina. Oh, what a sweet name. Malutina. Malutina. It's a wonderful name. No. It's not Malutina. Just Maluti. That's all. Oh, I see. Maluti. Maluti. Good. സാർ, യു ആർ ഗസ്റ്റ്, ദേ ആർ ഗസ്റ്റ്, ഓൾ ആർ ഗസ്റ്റ്. എഞ്ചിനീയർ വിൽസൺ സാർ ഫ്രണ്ട് രവി, രവി's friend this are guest here. Oh, I see. Well, have a nice day. Thank you. Bye. Bye. See you. സാർ, ദേ ആർ ആസ്ട്രേലിയക്കാരാണ്. 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. പടമെടുപ്പും ചിത്രമരയുമാണ് ജോലി. വലിയ സാറിന്റെ ഗസ്റ്റുകളാണ്. അല്ല ചേട്ടാ, ഓ. ഇതങ്ങ് പിടിച്ചേ. വാ. പിടിച്ചോ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അല്ലേ? Yes. രവി വിളിച്ച് പറഞ്ഞിരുന്നു. ഐ ആം വിൽസൺ ചെറിയാൻ, ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയറാണ്. ഓ, റൂമൊക്കെ കംഫർട്ടബിൾ അല്ലേ? പിന്നെ എടാ കുട്ടമ്പിള്ളേ, സാർ. ഇവരെന്റെ ഗസ്റ്റുകളാണ്, മനസ്സിലായല്ലോ? ഓ. വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. ശരി സാർ. വേറെ എന്തെങ്കിലും No, nothing. ഇൻ Thank you. കേസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. നമ്പർ ഇയാൾക്കറിയാം. ഹാവ് എ നൈസ് ഹോളിഡേ. Okay, thank you. See you. Bye. എന്താ ഇത്? ഇതാണ് നമ്മൾ അമേരിക്കയിൽ പണിയാൻ പോകുന്ന പുതിയ വീടിന്റെ പ്ലാൻ. ഹായ് നോക്കട്ടെ. എന്നിട്ട് ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നമുക്കൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? പ്ലാൻ എങ്ങനെയുണ്ട്? എന്തിനാ ഉണ്ണിയേട്ടാ വെറുതെ ഓരോ സ്വപ്നങ്ങള്? ഇതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണം. അതിനുള്ള ചില ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോണ് സംഭവങ്ങളൊക്കെ. സാധനം എങ്ങനെയുണ്ട് അത് പറ. ഉം. ഇത് പോർച്ച്, ഡ്രോയിങ് റൂം, കിച്ചൺ, സ്റ്റോർ റൂം. ഇതൊരു ഓഫീസ് റൂം എനിക്ക്. ഹായ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, വെരി സ്പേഷ്യസ്. ഉം. ഈ മുറി നമ്മുടെ മാളൂട്ടിക്ക്. അപ്പൊ ഈ മുറികളോ? മാളൂട്ടി ഇപ്പൊ തനിച്ചല്ലേ, അവക്ക് കൂട്ടുകൂടാനും കളിക്കാനും കുറെ അനിയന്മാരും അനിയത്തി. വേണ്ട ഉണ്ണിയേട്ടാ, നമുക്ക് മാളൂട്ടി മാത്രം മതി.
ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ നമ്മുടെ സ്നേഹം പകുത്തുപോകും. വേണ്ട, ഉണ്ണിയേട്ടന്റെ, എന്റെ, നമ്മുടെ സ്നേഹം മുഴുവനും മാളൂട്ടിക്ക് കിട്ടണം. സ്നേഹം മാത്രമല്ല, എല്ലാം. ശരിയാ, രാജി പറഞ്ഞാൽ ശരി. എല്ലാം നമ്മുടെ മാളൂട്ടിക്ക്. ഈശ്വര, ഇതെന്നും എനിക്ക് നിലനിർത്തി തരണേ. മാമ കളിക്കാൻ വരുന്നില്ല. പിന്നെ അടുപ്പത്ത് കോഴിയിരിക്കുന്നു. അവനെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ മാമനും മോളും കൂടി കളിയുടെ ഒരു പൂരമല്ലേ. എന്നെയും കൊഞ്ഞു തിന്നോ? പക്ഷെ ഇപ്പോഴല്ല. പിന്നെ മോള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. അന്ന് മാമൻ ഇതിനെ മൊത്തം കൊന്ന് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി കൊടുത്തടി. അയ്യേ. ഓ